സ്വന്തം വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ തന്റെ കറുത്ത നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുകയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള യുവാവ്. ഋഷഭ് രാജ്പുത് എന്ന യുവാവാണ് തന്റെ ഇരുണ്ട നിറത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണത്തിന് ഇരയായത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഋഷഭിന്റെയും കാമുകി സൊണാലി ചൗക്സയുടെയും വിവാഹം നടന്നത്. ഇരുവരുടെയും 11 വർഷങ്ങൾ നീണ്ടുനിന്ന പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം നടന്നത്. എന്നാൽ ഋഷഭിന്റെ പണത്തിന് വേണ്ടിയാണ് സൊണാലി ഇയാളെ വിവാഹം ചെയ്തതെന്നും അയാളുടെ ബാങ്ക് ബാലൻസ് ആണ് പ്രധാനം എന്നുമെല്ലാം ആളുകൾ കമന്റ് ചെയ്യുകയായിരുന്നു. സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാകാം ഈ വിവാഹം നടന്നതെന്നും ചിലർ പറഞ്ഞു. എന്നാൽ അതിന് പിന്നാലെ ഈ പരിഹാസങ്ങൾക്കെല്ലാം മറുപടിയുമായി ഋഷഭ് തന്നെ രംഗത്ത് വന്നിരുന്നു. 2014 മുതൽ സൊണാലിയെ വിവാഹം കഴിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു താനെന്നാണ് ഋഷഭ് പ്രതികരിക്കുന്നത്. സൊണാലിയെ വധുവിന്റെ വേഷത്തിൽ കണ്ടപ്പോൾ തനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ അടക്കാനായില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളെ നിരാശപ്പെടുത്തുന്നതിൽ ഖേദമുണ്ട്. ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല. പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ നല്ല രീതിയിൽ വരുമാനവുമുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്തും അവൾ എന്നെ സ്നേഹിച്ചിരുന്നു. കോളേജ് കാലം മുതൽ എൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും എൻ്റെ എല്ലാ ഇല്ലായ്മകളിലും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നും ഋഷഭ് വ്യക്തമായി തന്നെ പറഞ്ഞു. കുട്ടിക്കാലം മുതൽ ഇരുണ്ട നിറത്തിന്റെ പേരിൽ വിവേചനം നേരിട്ടുണ്ടെന്നും തന്നെ പിന്തുണച്ച എല്ലാവർക്കും ഇപ്പോൾ നന്ദി പറയുന്നുവെന്നും ഋഷഭ് കൂട്ടിച്ചേർത്തു. ഇത്തരം പരിഹാസങ്ങളെയോ വിമർശനങ്ങളെയോ തങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും ഋഷഭ് രാജ്പുത് പറഞ്ഞു. ഋഷഭ് രാജ്പുത്തും സൊണാലി ചൗക്സിയും പരസ്പരം ഹാരം അണിയിക്കുന്ന അതിമനോഹരമായ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എക്സിൽ വൈറലായിരുന്നു. അതിന് പിന്നാലെയാണ് ദമ്പതികൾക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആരംഭിച്ചത്. എന്നാൽ ഈ നെഗറ്റീവ് കമന്റുകൾക്കിടയിലും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വിവാഹം നടന്നതെന്ന് ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. നിരവധി പേർ ഈ ദമ്പതികൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. നിറത്തിന്റെ പേരിൽ ഒരാളെ വിലയിരുത്തുന്നതിലെ തെറ്റും സമൂഹത്തിലെ വർണ്ണ വിവേചന പ്രവണതയും ഇവർ ശക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പരിഹാസങ്ങൾ പരിധി വിട്ടതോടെയാണ് വരൻ ഋഷഭ് രാജ്പുത് ശക്തമായി പ്രതികരിച്ചത്. നിങ്ങളുടെ കമന്റുകൾ ഞങ്ങളുടെ വിഷയമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി നടക്കുന്ന വർണ്ണ വിവേചനത്തിനും സൗന്ദര്യ സങ്കല്പങ്ങളിലെ തെറ്റായ ധാരണകൾക്കുമെതിരെയുള്ള ശക്തമായൊരു നിലപാടാണ് ഋഷഭിന്റെ പ്രതികരണം. ദമ്പതികളുടെ സ്നേഹബന്ധങ്ങളെക്കാൾ അവരുടെ ബാഹ്യരൂപത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ഈ മറുപടി ഒരു നല്ല സന്ദേശമായി മാറുകയാണ്. പലപ്പോഴും നമ്മളിത് കാണുന്നതാണ്. നേരത്തെ സിനിമാ താരം അനന്യ വിവാഹിതരായപ്പോഴും ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ തമ്മിൽ വിവാഹിതരായപ്പോഴും അപ്പോഴൊക്കെ നമ്മളിത് കണ്ടതുമാണ്. അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹത്തിനും പെൺകുട്ടി കാശ് കണ്ട് വന്നതാണെന്നൊക്കെ ആരോപണങ്ങളുണ്ടായിരുന്നു. വിവാഹത്തിന് മുന്നേ ഇവർ തമ്മിലുള്ള അടുപ്പം, ആത്മബന്ധമൊക്കെ മനസ്സിലാക്കാൻ ഈ ആളുകൾ ശ്രമിക്കാറുമില്ല. ഇത്തരം വിവാഹ പോസ്റ്റുകളിൽ ഏറ്റവും മ്ലേച്ഛമായ കമൻ്റ് ഇടുന്ന വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നത്. ആ ഒരു മനോഭാവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ബോഡി ഷെയ്മിംഗ് ഇപ്പോഴും ശക്തമായി തുടരുന്നത്.